M1 അബ്രാംസ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ അധികം വിശ്വസിച്ചിരുന്ന ഒരു അമേരിക്കൻ ടാങ്ക്. കൂടാതെ ഈ ടാങ്ക് വരികയാണെങ്കിൽ റഷ്യയെ ഞങ്ങളെ കൊണ്ട് തുരത്തി ഓടിക്കാൻ സാധിക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷ ഉക്രൈന് നൽകിയ ടാങ്ക്. ഇങ്ങനെ ഉക്രൈൻ നൽകിയ സ്റ്റേറ്റ്മെന്റുകൾ കാരണം M1 അബ്രാംസിൽ മറ്റു പലർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഇതിലൊരു 31 ടാങ്കുകൾ ഉക്രൈനിലേക്ക് വരുന്നു. അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഈ ടാങ്ക് റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങിയത് കേഴ്സ് ഇൻവേഷന് ശേഷമാണ്. റഷ്യയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞതിന് ശേഷം ഉക്രൈന് ഈയൊരു ടാങ്കുകൾ കാരണം നേട്ടം ലഭിക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നപ്പോൾ അത് മുഴുവനായും മാറ്റിമറിച്ചു. കേഴ്സ് ഭാഗത്ത് M1 അബ്രാംസ് ടാങ്ക്, അമേരിക്കയുടെ ഒരു മെയിൻ ബാറ്റിൽ ടാങ്കിനെ റഷ്യ നശിപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ് നശിപ്പിച്ചതിലൂടെ റഷ്യ ഉക്രൈൻ ഇടയിലെ സംഘർഷം വീണ്ടും വർദ്ധിക്കും. ബ്രിട്ടന്റെ ചലഞ്ചർ നശിപ്പിച്ചപ്പോൾ പോലും ഉണ്ടാകാത്ത ഒരു വലിയ പ്രശ്നം ഇപ്പോൾ അമേരിക്കയുടെ വെപ്പൺസ് റഷ്യയുടെ ഭാഗങ്ങൾക്കുള്ളിൽ നശിപ്പിച്ചതിനാൽ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഉക്രൈൻ സന്ദർശനത്തിന് ശേഷം ഉക്രൈൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇടയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ചർച്ചകൾ, പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനമായും ഉക്രൈൻ തലസ്ഥാനം കീവിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുള്ള വരവേൽപ്പ് ലഭിച്ചു. ഇത് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉക്രൈൻ പ്രസിഡന്റിനും ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെ നടന്നപ്പോൾ ഒരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു: ഇന്ത്യ എപ്പോഴും ഒരു വശം മാത്രം എടുക്കില്ല. കൂടാതെ ഇന്ത്യ റഷ്യയുടെ പക്ഷത്തുമല്ല, ഉക്രൈന്റെ പക്ഷത്തുമല്ല എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട്. ശരി തന്നെയാണ്. ഞങ്ങൾ ഏതൊരു പക്ഷത്തും നിൽക്കുന്നില്ല. ഞങ്ങൾ എപ്പോഴും സമാധാനത്തിന്റെ വശമാണ്. സമാധാനം ഏത് ഭാഗത്താണോ ഉള്ളത്, ഏത് ഭാഗമാണോ സമാധാനം ആഗ്രഹിക്കുന്നത്, അതാണ് ഇന്ത്യയും തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് സമാധാന ചർച്ച വഴി അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നു. ഇതിന് റഷ്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും റഷ്യയ്ക്ക് അവർ എതിരെ നിൽക്കുകയില്ല. നേരത്തെ പുടിനും നരേന്ദ്രമോദിയും മോസ്കോയിൽ വെച്ച് സന്ദർശനം നടത്തിയപ്പോൾ ഇതേ കാര്യം തന്നെയാണ് രണ്ട് നേതാക്കളും സംസാരിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിചാരിക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് ഒരു സമാധാന ചർച്ച ഈ രണ്ട് നാടുകൾക്ക് മധ്യേ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് റഷ്യ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം നൽകി. ഇവർ പറയുന്നതും ശരി തന്നെയാണ്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് റഷ്യ ഉക്രൈൻ യുദ്ധം 2022 ആരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു: ഇത് യുദ്ധത്തിന്റെ ഒരു കാലഘട്ടമേ അല്ല. ലോകം മുഴുവനും കൊറോണയ്ക്ക് ശേഷം, ആ ഒരു പാൻഡമിക് അവസാനിച്ചതിന് ശേഷം പല പ്രശ്നം നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെന്റ് നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത്, ആ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന ഒരു അറിയിപ്പ് നൽകി. ഇന്ത്യ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റഷ്യയും പറഞ്ഞിരിക്കുന്നത്. ഇതിന് സെലൻസ്കി ഗവൺമെന്റിന്റെ പ്രതികരണം എങ്ങനെ നോക്കിയാൽ, ഇന്ത്യയുടെ പവർ അല്ലെങ്കിൽ ലോക നാടുകളുടെ മധ്യേ ഇന്ത്യക്കുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് ഇന്ത്യയെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനാൽ വരാൻ പോകുന്ന കാലങ്ങളിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ കൂടുതലായിരിക്കുമെന്ന് അവരും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇന്ത്യക്കും ഉക്രൈനും ഇടയിൽ ഒരുപാട് എഗ്രിമെന്റ് സൈൻ ആയിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡ്, മിലിറ്ററി വൈസ്, ടെക്നോളജി ട്രാൻസ്ഫർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയും ഉക്രൈനും ചേർന്ന് ട്രേഡായി ചെയ്യാനുള്ള 5 പ്രധാനപ്പെട്ട കരാറുകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് സമാധാന ചർച്ചയുടെ കാര്യങ്ങൾ നടക്കുന്നു. അതായത് ഇന്ത്യ, റഷ്യ, ഉക്രൈൻ ഈ 3 നാടുകൾക്കിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേഴ്സ് ഭാഗത്ത് ഇതിനനുസരിച്ചുള്ള എന്തെങ്കിലും സാഹചര്യമാണോ എന്ന് നോക്കിയാൽ അല്ല. കേഴ്സ്കിൽ റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവ്, ഉക്രൈനെതിരെയുള്ള കൗണ്ടർ ഒഫൻസീവ് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി M1 അബ്രാംസിനെ നശിപ്പിക്കാൻ അതിന്റെ കോർഡിനേറ്റ്സ് റഷ്യ തിരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ കേഴ്സ് ഭാഗത്ത് വെച്ച് M1 അബ്രാംസ് ടാങ്കിനെ റഷ്യ നശിപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ചെറിയ കാര്യമായി തോന്നും. ഒരു ടാങ്കിനെ നശിപ്പിച്ചതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന്. റഷ്യ ഇതിനു മുൻപ് തന്നെ എത്രയോ ടാങ്കുകളെ നശിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈനിൽ വെച്ച് തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഇവയെ നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഉക്രൈനുള്ളിൽ വെച്ച് അമേരിക്കൻ ആയുധങ്ങളെ നശിപ്പിക്കുന്നത് അത് അത്ര വലിയ കാര്യമല്ല. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു വശത്തേക്ക് മാറ്റിവെക്കാം. എന്നാൽ റഷ്യയുടെ റെഡ് ലൈൻ എന്തെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ വെസ്റ്റേൺ മെയ്ഡ് വെപ്പൺസ് വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ റഷ്യൻ അതിർത്തി നുഴഞ്ഞു കയറി വെസ്റ്റേൺ മെയ്ഡ് വെപ്പൺസ് ഉപയോഗിച്ച് ആക്രമിക്കുകയാണെങ്കിൽ അത് റഷ്യക്കെതിരെയുള്ള ഒരു ആക്രമണമായി കണക്കാക്കുമെന്ന് ഒരുപാട് തവണ പുടിൻ പറഞ്ഞിരുന്നു. അതിനനുസരിച്ചതുപോലെ ഒരുപാട് മുന്നറിയിപ്പും നൽകി. ഇപ്പോൾ ഉക്രൈന് അമേരിക്ക നൽകിയ ഈ M1 അബ്രാംസ് ടാങ്ക് റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ റഷ്യയുടെ ലാൻസർ ഡ്രോൺ ഉപയോഗിച്ച് നശിപ്പിക്കുന്നു. ഇത് സത്യത്തിൽ ഒരു വലിയ പ്രൊവോക്കേഷനാണ്. ഇതൊരു വലിയ പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പൊ റഷ്യ അതിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ, അതായത് കത്തി നശിച്ച ആ ഒരു ടാങ്കിന്റെ ബാക്കി ഭാഗങ്ങൾ, അതിന്റെ സ്ട്രക്ചർ, മറ്റെന്തെങ്കിലും ഭാഗങ്ങൾ ക്യാപ്ചർ ചെയ്താൽ എവിഡൻസോടുകൂടി തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഇതിനെക്കുറിച്ച് ഇപ്പോൾ പെന്റഗൺ പറഞ്ഞിരിക്കുന്നത്, ഈ ടാങ്കുകൾ നശിപ്പിച്ചതിന് ശേഷം അവർ പറഞ്ഞത്, റഷ്യക്കെതിരെ ഉക്രൈൻ ഉപയോഗിക്കുന്ന വെപ്പൺസ്, അത് വെസ്റ്റേൺ വെപ്പൺസ് ആയാലും അല്ലെങ്കിൽ ആർഡ് വെപ്പൺസ് ആയാലും, അതിന് മുഴുവൻ ഉത്തരവാദിയും ഉക്രൈൻ മാത്രമായിരിക്കും. ഉക്രൈൻ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി റഷ്യയിൽ ഒരു ഒഫൻസീവ് നടത്തുകയാണെങ്കിൽ അത് അവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഞങ്ങൾ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുകയാണെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ്. ഞങ്ങളുടെ പക്കൽ നിന്നും ഒരു ആയുധം കൊടുക്കുന്നത് വരെ മാത്രമാണ് അത് ഞങ്ങളുടേത്. എന്നാൽ അതൊരു നാടിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആയുധത്തിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഇത് ഉക്രൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും ഉക്രൈൻ ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അവർ അങ്ങനെ പതിയെ പിൻവലിയാൻ തുടങ്ങി. ഇപ്പോൾ ഇതും റഷ്യയുടെ റെഡ് ലൈൻ ക്രോസ് ചെയ്തതുപോലെ തന്നെയാണ്. കാരണം നേരത്തെ ചാലഞ്ചർ വന്നു, ATACMS EMS ഉപയോഗിച്ച് ആക്രമിച്ചു, അതുകൂടാതെ ഹൈമാസ് ആക്രമിച്ചത്, ഇങ്ങനെ എത്രയോ റഷ്യൻ റെഡ് ലൈൻസ് ഉക്രൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും റഷ്യ വലിയ രീതിയിൽ പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ മേഡ് ടാങ്ക് തന്നെ റഷ്യക്കുള്ളിൽ ഉക്രൈൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിന് റഷ്യ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു, അവർ ഇതിനെ എങ്ങനെ തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ കേഴ്സ് ഭാഗങ്ങളിൽ അവരുടെ കൗണ്ടർ ഒഫൻസീവ് ഇപ്പോൾ തീവ്രമായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒറ്റ ദിവസത്തിൽ 120 ഉക്രൈൻ സൈനികരെ കൊന്നുവെന്നും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ M1 അബ്രാംസിനെ നശിപ്പിച്ചു. അതോടുകൂടി ചേർത്ത് നൽകിയ 31 ടാങ്കിൽ 20 ടാങ്കുകളെ ഉക്രൈൻ 6 മാസത്തിൽ തന്നെ നഷ്ടപ്പെടുത്തി. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ചിലർക്ക് തോന്നാം 20 അല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, അതൊരു വലിയ കാര്യമാണോ എന്ന്. സത്യത്തിൽ ഇവിടെ ഈ നമ്പേഴ്സ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് 100 ടാങ്ക് ഉണ്ട്. ആ 100 ടാങ്കിൽ 10 അല്ലെങ്കിൽ 20 ടാങ്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 20% മുഴുവനും നഷ്ടപ്പെട്ടു. അത് തീർച്ചയായും അവർക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. അതേസമയം മറ്റൊരു രാജ്യത്ത് 1000 ടാങ്ക് ഉണ്ട്. 1000 ടാങ്കിൽ അതുപോലെ ഒരു 10-20 ടാങ്ക് നഷ്ടപ്പെടുത്തിയാൽ അതുവഴി അവർക്ക് യാതൊരു വലിയ നഷ്ടമോ വലിയ ബാധിപ്പുകളോ ഒന്നും ഉണ്ടാവുകയില്ല. അതേസമയം മറ്റൊരു രാജ്യത്തിന്റെ പക്കൽ 10,000 ടാങ്ക് ഉണ്ടെന്ന് കരുതുക. ആ 10,000-ൽ ഇതുപോലെ ഒരു 100-200 ടാങ്ക് നഷ്ടപ്പെടുത്തിയാലും അതൊരു വലിയ കാര്യമേ അല്ല. അപ്പോൾ നിങ്ങളുടെ പക്കൽ എണ്ണം വളരെ കുറവാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ നഷ്ടവും, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ ടാങ്കും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയുടെ പക്കൽ ഒരു 3 യൂണിറ്റ്സ് ഓഫ് S-400 ഉണ്ട്, പല സ്ഥലങ്ങളായി നിർത്തിവെച്ചിട്ടുണ്ട്. ഈ 3 യൂണിറ്റ്സിൽ ഏതെങ്കിലും ഒരു പ്രശ്നം കാരണം ഒരേ ഒരു S-400 നഷ്ടപ്പെടുത്തിയാലും അത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരു വലിയ തിരിച്ചടിയായി അത് മാറും. നമുക്ക് വെറുതെ വാഗോണ്ട് പറയാം S-400 അവിടെ നിർത്തിയിരിക്കുന്നു, ഇവിടെ നിർത്തിയിരിക്കുന്നു എന്നൊക്കെ. എന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരു യൂണിറ്റ് മുഴുവനായും നഷ്ടപ്പെടുത്തിയാൽ അത് നമുക്ക് വലിയ പ്രശ്നമായി മാറും. എന്നാൽ അതേസമയം നമ്മുടെ പക്കൽ ഒരു 50-100 യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് വലിയ നഷ്ടമായി ഒന്നും മാറില്ല. അപ്പോൾ റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിൽ അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ് ഉക്രൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ തെളിവോടുകൂടി തുറന്നു കാട്ടേണ്ട സാഹചര്യം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിലൂടെ തീർച്ചയായും നമുക്ക് മനസ്സിലാകും. അടുത്തത്, ട്രംപ് ഒരു അറിയിപ്പ് നൽകി. അദ്ദേഹം ഇലക്ഷനിൽ വീണ്ടും പ്രസിഡന്റായി റീ എലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അടുത്ത 24 മണിക്കൂറിൽ ഈ ഒരു യുദ്ധത്തെ എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന അറിയിപ്പ് നൽകി. പ്രസിഡന്റ് പുടിനും എനിക്കും നല്ലൊരു ബന്ധമുണ്ട്, ഞങ്ങൾക്കുള്ളിൽ ഒരു സൗഹൃദമുണ്ട്. അതുപയോഗിച്ച് ഒരു ചർച്ച വഴി ഉക്രൈൻ യുദ്ധത്തെ എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും. ഞാൻ ഓഫീസിലേക്ക് കയറി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ഒരറിയിപ്പ് നൽകി. എന്നാൽ ഇദ്ദേഹം ഒരു ചർച്ചയിലൂടെ ഇത് അവസാനിപ്പിക്കുമോ ഇല്ലയോ അതൊന്നും അറിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു പ്രഷർ കൊടുത്ത്, ഒരു സമ്മർദ്ദം ഉക്രൈനിൽ ചെലുത്തി, ചില കണ്ടീഷൻസോടുകൂടി ഉക്രൈനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ സാധിക്കും. ഉക്രൈനെ അവിടെ മുട്ടുകുത്തിക്കാൻ സാധിക്കും. അത് ട്രംപ് വന്നാൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഹമാസിനെ സംബന്ധിച്ച് ഹമാസിനും ഇസ്രായേലിനും ഇടയിലെ ഈ ഹോസ്റ്റേജസ് ഡീൽ എന്നത് വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചിലരെ, ഈ ഹോസ്റ്റേജസ് ആയിരുന്നവരെ തിരികെ കൊണ്ടുവന്നല്ലോ. അവർ പറയുന്ന വിവരങ്ങളും ഇസ്രായേലിന്റെ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾക്കും ഒരുപാട് പൊരുത്തക്കേടുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഹോസ്റ്റേജസിൽ നിന്നും തിരികെ കൊണ്ടുവന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നോ ആർഗമി, അവർ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇന്നലെ ഇട്ടിരുന്നു. അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. അത് ഫേക്ക് അല്ല, ഒറിജിനൽ ആണ്. ഇസ്രായേലിന്റെ മീഡിയ പറയുന്നത് ഹമാസ് അവിടെയുള്ള
ഹോസ്റ്റേജസിനെ ടോർച്ചർ ചെയ്യുകയാണ്, അവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്, അവർ നൽകിയ മുറിവുകൾ ശരീരം മുഴുവനുമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ മീഡിയ പറയുന്നുണ്ട്. ഇതിന് നോർഗമനി അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഒരു മറുപടി നൽകി. എന്നെ ഹമാസ് അധികമൊന്നും ഹേർട്ട് ചെയ്തിട്ടില്ല, പകരം ഞങ്ങളുണ്ടായിരുന്ന സ്ഥലങ്ങൾക്ക് മുകളിൽ ആക്രമണം നടത്തി, മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേൽ ആർമിയാണ് ഞങ്ങളിൽ വലിയ വലിയ ആക്രമണങ്ങൾ നടത്തിയത്. കൂടുതൽ മുറിവുകൾക്കും കാരണം ഹമാസ് അല്ല, ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ആണ് എന്ന് അവരുടെ സ്റ്റോറിയിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല, ആ ഒരു അക്കൗണ്ടിൽ നിന്നും ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് ഹോസ്റ്റേജസ് വഴി അല്ലെങ്കിൽ ഹോസ്റ്റേജസിനെ ഉപയോഗിച്ച് ഇസ്രായേൽ പറയുന്ന ചില കാര്യങ്ങൾ കോൺട്രഡിക്ഷനായി മാറുന്നു. അവിടെ സത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കും ഇവർ പറയുന്ന കാര്യങ്ങൾക്കും ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഈ ഒരു പോസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ മൗണ്ട് മെറോണിലുള്ള നോർത്തേൺ ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേൽ മിലിറ്ററി ക്യാമ്പിൽ ഹിസ്ബുള്ള അവരുടെ റോക്കറ്റ് ഫയർ ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു. കഴിഞ്ഞ വീഡിയോയിലൂടെ ഒരു കാര്യം പറഞ്ഞു, ഷെബ ഫാംസിൽ 15ൽ കൂടുതൽ ടെൻസിനെ ഹിസ്ബുള്ള റോക്കറ്റ് ഫയർ ചെയ്ത് നശിപ്പിച്ചുവെന്ന്. ഇത് കാരണം ഇസ്രായേലിന് ഒരുപാട് മരണനിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അതിലും വലിയൊരു ആക്രമണമാണ് മൗണ്ട് മെറോണിൽ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഇറാൻ ഒരു സമാധാന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സീസ് ഫയർ ഡീൽ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ള സത്യത്തിൽ വലിയൊരു പ്രഷർ, സമ്മർദ്ദം ഇസ്രായേൽ നൽകുകയാണ്. എന്നാൽ ഇസ്രായേലും വെറുതെ ഇരിക്കുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്നലെ പോലും 3 സ്ഥലങ്ങളിൽ ഈ ബെക്ക വാലിക്കടുത്ത് കൂടുതൽ എയർ സ്ട്രൈക്ക് നടത്തി. ലബനനിലെ ഹിസ്ബുള്ള അമുനേഷൻ ഡെപ്പോയെ ലക്ഷ്യമാക്കി നടത്തി. എന്നാൽ ഇവയിൽ നിന്നൊന്നും ഹിസ്ബുള്ള പിന്മാറുന്നേയില്ല, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. ഇസ്രായേൽ ഒരുപാട് ശ്രമങ്ങൾ എടുത്താലും അവരെ കൊണ്ട് മുഴുവനായും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സൈറ്റ്സ് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ് യൂണിറ്റ്സിനെ ഇപ്പോഴും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഹിസ്ബുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ഗാസയ്ക്കുള്ളിൽ ഒരു സീസ് ഫയർ കൊണ്ടുവരുന്നത് വരെ അവരുടെ ആക്രമണം അവസാനിക്കില്ല എന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഭാഗത്ത് ഇസ്രായേലിനും ഗാസയ്ക്കും ഇടയിൽ ഒരു സമാധാന ചർച്ച കൊണ്ടുവരണമെന്ന് അമേരിക്കയും മറ്റു പല നാടുകളും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയാലും ഇസ്രായേൽ അതൊന്നിനും സമ്മതിക്കുന്നത് പോലെ തോന്നുന്നില്ല. കാരണം അതിന് പുറകിൽ പല കാരണങ്ങളുണ്ട്. മറ്റൊരു ഭാഗത്ത് ട്രംപ്, ഞാൻ ഭരണത്തിൽ വരികയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഈ ഒരു യുദ്ധത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കും എന്നും പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് പേരും ഈ ഒരു സമാധാന ചർച്ച നടത്തണമെന്നുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ എന്നത് ഈ 2 യുദ്ധത്തിനും, ഗാസ ഇസ്രായേൽ യുദ്ധമായാലും അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും, അടുത്ത 3 മാസം എന്നത് വളരെ പ്രധാനപ്പെട്ട സമയമായിരിക്കും. ഈ 3 മാസമായിരിക്കും വരാൻ പോകുന്ന പല വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ലോകത്തിൽ രൂപം കൊള്ളുന്ന മറ്റു യുദ്ധത്തിന്റെ ഒരു തുടക്കമായിരിക്കുമോ അവസാനമായിരിക്കുമോ എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നീണ്ടുകൊണ്ട് പോകുന്നത് അത് ഈ ലോകത്തിന് നല്ല കാര്യമേ ആയിരിക്കില്ല. കൂടാതെ ഗാസ ഇസ്രായേൽ യുദ്ധം നീണ്ടുകൊണ്ട് പോകുന്തോറും അടുത്ത ഒരു അണുആയുധ യുദ്ധം രൂപം കൊള്ളാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരുപാട് പേർ ചിന്തിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായിരിക്കും ഒരു അണുആയുധ യുദ്ധം ആദ്യം തുടങ്ങുക എന്ന്. എന്നാൽ ഈ സ്ഥലത്ത് ഇറാൻ നേരിട്ട് കളമിറങ്ങിയാൽ അല്ലെങ്കിൽ ഇറാനിൽ ഒരു വലിയ ആക്രമണം ഇസ്രായേൽ കാരണം നടത്തിയാൽ അതൊരു റീജിയണൽ വാർ ആ സ്ഥലത്ത് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ ലോകം അറിയാതെ ഇറാന്റെ പക്കൽ ഒരു സൂപ്പർ വെപ്പൺ അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു ആയുധം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് പുറത്തു വരാനുള്ള സാധ്യതകളുമുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇറാൻ ഒരു ആക്രമണം, മോശമായ ഒരു ആക്രമണം നടത്തിയാൽ ആ സ്ഥലത്ത് ഇസ്രായേലും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.